ഭരണഘടനാ ഭേദഗതികൾ. ഇതിലെന്താണ് ആദ്യ ഭേദഗതി വരുന്നത് 1951 കടം വാങ്ങിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ആർട്ടിക്കിൾ 368 ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റ് എന്നാൽ രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി. ഭേദഗതി ചെയ്യുന്നത് 3 മാർഗങ്ങളിലൂടെയാണ്. 42ാം ഭേദഗതി 1976 നിലവിൽ വന്നത് 1977 ജനുവരി 3 പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. 42ാം ഭേദഗതിയെ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി എന്നും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. 42ാം ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അടുത്തത് വരുന്നത് 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1978 നിലവിൽ വന്നത് 1979 ഏപ്രിൽ 30 പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തെ ഒഴിവാക്കി. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തെ ഒഴിവാക്കിയത്. സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? നിയമാവകാശമാണ്. 31ാം വകുപ്പിനെ ഒഴിവാക്കി 300A കൂട്ടിച്ചേർത്തു. ലോകസഭയുടെ കാലാവധി എന്താണ്? 5 വർഷമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് വരുന്നത് 52ാം ഭേദഗതിയാണ്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. രാഷ്ട്രപതി വരുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. 10ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തി ഭേദഗതി. 10ാം ഷെഡ്യൂൾ വരുന്നത് കൂറുമാറ്റ നിരോധന നിയമം, പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത ആർട്ടിക്കിൾ 102, നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത ആർട്ടിക്കിൾ 191. 73ാം ഭേദഗതി 1992. 73ാം ഭേദഗതി 1992 പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നു. പാസ്സാക്കിയത് 1992. നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. പ്രധാനമന്ത്രി PV നരസിംഹ റാവു. രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ. പഞ്ചായത്ത് രാജ് ഉൾപ്പെടുന്ന ഭാഗം ഷെഡ്യൂൾ 11. വകുപ്പുകൾ 243 വരുന്നു. 11ാം ഷെഡ്യൂളിൽ 24 വിഷയങ്ങളാണ്. പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2. ആദ്യം വരുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഉദ്ഘാടനം ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 86ാം ഭേദഗതി 2002. പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. 86ാം ഭേദഗതി വരുന്ന മൗലികാവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 21A. മൗലിക കടമകൾ 51A. ആർട്ടിക്കിൾ 21 വരുന്നത് 6നും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ആർട്ടിക്കിൾ 51 വരുന്നത് 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള രക്ഷകർത്താക്കളുടെ കടമയാണ്. അടുത്തത് വരുന്നത് ആർട്ടിക്കിൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അതിൽ രാജ്യസഭ പാസ്സാക്കിയത് 2009 ജൂലൈ 20നും ലോക്സഭ പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4നുമാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2009 ഓഗസ്റ്റ് 26. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 86ാം ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയ വകുപ്പ് 45 ആണ്. പിന്നെ അവസാനമായിട്ട് വരുന്നത് 91ാം ഭേദഗതി 2003 നിലവിൽ വന്ന് 2004 ജനുവരി 1. രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു. പ്രധാനമന്ത്രി AB വാജ്പേയി. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ.